ഒച്ചമ്പളമൊക്കെ നിർത്തിയേ. ഇവിടെ പല രോഗികളും ധ്യാനിക്കാൻ വരുന്നവരും താമസിക്കുന്ന സ്ഥലമാ. ഇവിടെ നിങ്ങളുടെ ഒച്ചമ്പളമൊന്നും ശരിയാവില്ല. അങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഒരു പെട്രോമാക്സ് കിട്ടിയ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ പണി കഴിഞ്ഞ് പോയിക്കോളാം. അതൊട്ടും ശരിയാവില്ല. അന്യപുരുഷന്മാരെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാ. അപ്പോഴീ ധ്യാനിക്കാൻ വന്നവരിലും രോഗികളിലും പുരുഷന്മാരില്ലേ അച്ഛൻ? അപരിചിതരെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞേ. നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ വേറൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു സ്ഥലമോ? അതെ, 1.5 കോടി രൂപ വില വരുന്ന ഈ ഹെലികോപ്റ്റർ ഇതങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ഇട്ടേച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിനും വഴിയുണ്ട്. ഞാനൊരു ട്രാക്ടർ അറേഞ്ച് ചെയ്ത് തരാം. അത് കയറ്റി നിങ്ങളുടെ താമസത്തേക്ക് വെക്കോ. അവിടെ പോയി തട്ടോ മുട്ടോ എന്ത് വേണോ ചെയ്തോ. എവിടെയായി സ്ഥലം? വളരെ അടുത്താ. ദേ ആ പാലത്തിനക്കരെ. എങ്കിലും അതാ അച്ഛോ നല്ലത്. അപ്പാച്ചി ഒരു സൈഡിൽ നിന്ന് പൊളിച്ചടക്ക്. ഓക്കേ, താനിവർക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കും. നല്ല ഉഗ്രം ബംഗ്ലാവ്. ഇവിടെ ആള് താമസമുണ്ടോ? തൽക്കാലം ആരുമില്ല. 2 കൊല്ലം മുമ്പ് തഹസീൽദാരും കുടുംബം ഇവിടെ താമസിച്ചിരുന്നേ. അവര് പേടിച്ച് വീട് മാറിപ്പോയി. പേടിച്ചോ? പേടിച്ചെന്ന് പറഞ്ഞാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. തഹസീൽദാരുടെ ഭാര്യ എന്തോ കണ്ടെന്നോ പേടിച്ചെന്നോ. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് പ്രേതബാധ ഒന്നുമില്ല കേട്ടോ. അത് ശരി. അപ്പൊ ഞങ്ങളെ ഇവിടെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാണല്ലേ? ചേ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. ഇനി അഥവാ പ്രേതം വന്നാലും ഒരു കുരിശെടുത്ത് ചുമ്മാ കാണിച്ചാ മതി. അതിപ്പോ ക്രിസ്ത്യൻ പ്രേതമാണെങ്കിലേ കുരിശിയാക്കത്തുള്ളൂ. ഹിന്ദു മുസ്ലിം പ്രേതമാണെങ്കിലോ പേടിക്കണ്ട. ഇവിടെ ഉണ്ടെന്ന് പറയുന്ന പ്രേതമേ ക്രിസ്ത്യനാ, സായിപ്പാ, ആൻഡേഴ്സൺ സായിപ്പ്. നാട്ടുകാർ തല്ലിക്കൊന്ന അങ്ങനെ. അതെന്തിന്? അങ്ങനെയുടെ കൊള്ളരുതായ്മ സഹിക്കാൻ മേലാഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ടൗണിൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ ഇഞ്ഞ് വരാം. കൊല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ പ്രേതം തന്നെ അന്വേഷിച്ച് ടൗണിലും വരും. സാറേ, അപ്പോ ഞാൻ വരട്ടെ. ഓരോ വയ്യാവേലികള്. മനുഷ്യനെ പേടിപ്പിച്ചിട്ട് എന്താണോ? താനെന്തിനാ എന്നെ തോണ്ടി വിളിച്ചത്? ഇവിടുത്തെ അടുക്കള എവിടാന്ന് അറിയാനാ. ഇവിടുത്തെ അടുക്കള എവിടെയാന്ന് പറയാം. ഞാൻ പണ്ട് ഇവിടുത്തെ അടുക്കളക്കാരായിരുന്നു. ബ്ലഡി ഫുഡ്. ഒച്ച വെക്കു വെച്ചോ? എന്താ അവിടെ ധ്യാനം നടക്കാണ്.
ഒച്ച വെക്കരുത്. ഒച്ച വെച്ചോ എല്ലാരും കേക്കട്ടെ. അച്ഛൻ എന്താ പറഞ്ഞേ? സെൻട്രൽ സിസ്റ്റർ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മോളാ കുറെ വർഷം കഷ്ടപ്പെട്ടാ കിട്ടുന്ന കന്യാസ്ത്രീ പട്ടം. അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടായിന്ന് സിസ്റ്റർ ഇവിടെ ഉണ്ടോന്ന് അച്ഛനൊന്ന് നോക്ക്. ഒന്ന് നോക്കച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയടോ. കാര്യമൊക്കെ പറയാച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയാൻ. അച്ചോ കന്യാസ്ത്രീകൾ ജീൻസ് ഇടുവോ? അനാവശ്യം പറയരുത്. പറയല്ലച്ചോ, ഞാൻ കണ്ടു ദേ ആ കാട്ടില് സെൻട്രൽ സിസ്റ്റർ ജീൻസ് ഇട്ടുകൊണ്ട്. നിർത്തണോ? അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ വില എന്താണെന്ന് തനിക്കറിയാമോടോ? അച്ഛൻ എന്റെ കൂടെ ഒന്ന് വന്നേ, ഞാൻ കാണിച്ചു തരാച്ചോ. എന്താ ഇനി വേറെ ആരെങ്കിലും ജീൻസ് ഇട്ടായി തോന്നുന്നുണ്ടോ? ഇല്ല, ഒക്കെ എന്റെ മനസ്സിന്റെ തോന്നലായിരുന്നു അച്ചോ. എടോ, ജീൻസും ടോപ്പും വേണ്ടാന്ന് വെച്ച് കർത്താവിന്റെ മണവാട്ടിയായി ലോകത്തിന്റെ വേദന ഏറ്റുവാങ്ങാൻ ഒരു പെണ്ണിന് അപാരമായ യോഗ്യത വേണം. അതെന്താണെന്ന് അറിയോ തനിക്ക്? ത്യാഗം. വീടും കൂടും ഉപേക്ഷിച്ച് ലോകസേവ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന പുണ്യാത്മാക്കളാണവർ. അറിയോ തനിക്ക്? അറിയാച്ചോ, പക്ഷേ ആത്മാവിനെ തിരിച്ചറിയും. പാദതരങ്ങി ആലുവ പുഴ പിന്നൊഴുകി ആയിരം പാദതരങ്ങിലുങ്ങി. സുമുഖോ, പേടിപ്പിക്കല്ലേ സുമുഖോ. പാക്കരാ, എന്തുവാണ് അവിടെ? പഴയതുപോലെ നിക്കറിലങ്ങനെ തീ പിടിപ്പിച്ചോ? വേഗം ചായ കൊണ്ടുവാ. എപ്പോഴെങ്കിലും കൊണ്ടുവന്നാ പോരാ, ഇപ്പൊ വേണം. അങ്ങോട്ട് മാറ്റി വൈ. സായിപ്പല്ലേ? പ്രേമോ? കുരിശാക്കോ? രാത്രി 11 മണിക്ക് അവസാന ഡോസും മരുന്നും കഴിച്ചോണ്ട് ഇതിനോടൊപ്പം ഉറങ്ങാൻ കയറുന്ന മനുഷ്യനാണോ? നീ ആരാണെന്നാണ് അച്ഛൻ ചോദിച്ചത്? ഇടവഴിയിലിട്ടു ചാക്കോ. അതല്ല, ചാക്കോയുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ദുഷ്ടാത്മാവിനോടാണ് അച്ഛന്റെ ചോദ്യം. എന്നാൽ മറുപടിയും അവൻ തന്നെ പറഞ്ഞോളും. നിനക്കെന്താണ് ആവശ്യം? ഇന്നോമിനെ യേശുക്രിസ്തി എക്സ് ഹോമിനെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഈ മനുഷ്യനെ വിട്ടുപോവുക. ഓ സങ്കീസീമ, ഓ പീസീമ, ദൂർച്ചീസ് വർഗോ മറിയാ. അച്ഛൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കരുതിയല്ലേ? അതെ ചാക്കോ, അച്ഛനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ ഹെലികോപ്റ്ററിനെ പറഞ്ഞു വിടച്ചോ?